മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിൽ നിന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഈ ഒരു സമയം വരെ വെടിനിർത്തലിലേക്ക് പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. ഇസ്രായേൽ അതിന് ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ഹമാസ് അവസാന ഘട്ടത്തിലും ഈ കരാറിലെ പലതും മാറ്റം വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നു. അതേസമയം ഹമാസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന ഏത് രീതിയിലും ഏത് വിധേയരെയും ഈ യുദ്ധം ഒന്ന് അവസാനിച്ചു കിട്ടാൻ ഹമാസ് കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലില് യഥാർത്ഥത്തിൽ വലിയ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കരാറുമായി ബന്ധപ്പെട്ട് അതായത് ഇനി ഇസ്രായേലിന്റെ സമ്മതത്തിന് വേണ്ടിയാണ് ഹമാസ് ഉൾപ്പെടെ കാത്തിരിക്കുന്നത്. ഇസ്രായേലിൽ ഇപ്പൊ വലിയ പ്രതിസന്ധിയാണ്. അതായത് ഈ കരാറിനോട് വിയോജിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്, മന്ത്രിമാര് രംഗത്തെത്തിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നെസറ്റിലെ അംഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും ഇസ്രായേലിലെ ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഈ കരാറിലേക്ക് എത്തുകയാണെങ്കിൽ ഞാൻ രാജിവെക്കും. ഞാനും എന്റെ അംഗങ്ങളും, അതായത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഈ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനോടുള്ള പിന്തുണ പിൻവലിച്ചിട്ട് മന്ത്രിസഭക്ക് പുറത്തേക്ക് പോകുമെന്നുള്ള വലിയ പ്രഖ്യാപനം ഇതാമർ ബെൻ, അതായത് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് പ്രധാനമായിട്ടും അദ്ദേഹം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ഈ കരാറിന് ശേഷം, വെടിനിർത്തലിന് ശേഷം, ബന്ദികളെ മോചിപ്പിച്ചതിന് ശേഷം വീണ്ടും ഇസ്രായേൽ ഈ ഹമാസിനെതിരെ ആക്രമണം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതും ഇതാമർ ബെൻ വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഇസ്രായേലിൽ വലിയ ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണം, ഈ ഇതാമർ ബെൻ ഉൾപ്പെടെ ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേലില് ഇതിനോട് യോജിക്കാത്ത ആളുകളൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ ഇസ്രായേല് ഈ ബന്ദികൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഒരുപാട് ഈ ഹമാസ് ഭീകരരെ ഇസ്രായേൽ മോചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ മോചിപ്പിക്കുന്നതില് മറ്റൊരു യഹിയ സിൻവാർ ഉണ്ടാവുമോ എന്നുള്ള വലിയ ഭയം ഇസ്രായേലിന് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ബോധമുള്ള ഏതൊരാളും ചിന്തിച്ചാൽ ലളിതമായിട്ട് തന്നെ ആ ഒരു ചിന്തയിലേക്ക് ഏതൊരാൾക്കും എത്താവുന്നതേ ഉള്ളൂ. നമുക്കറിയാം 2011 ഇതേപോലെയുള്ള ഒരു ബന്ദി കൈമാറ്റത്തില് ജയിലിൽ നിന്ന് ഇസ്രായേൽ മോചിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭീകരനായിരുന്നു യഹിയ സിൻവാർ എന്ന് പറയുന്നത്. അന്ന് ഇസ്രായേൽ ആ യഹിയ സിൻവാറിനെ മോചിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഹമാസിന് ശക്തമായ ഒരു നേതൃനിരയിലേക്ക് ഈ ഒരു ഭീകരൻ എത്തില്ലായിരുന്നു എന്നുള്ളത് വലിയ വാദമായിട്ട് ഈ കരാറിനോട് വിയോജിപ്പിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നു. നമുക്കറിയാം, ഇത് ഇസ്രായേൽ ഇനി ഈ ഭീകരന്മാരെ വിട്ടുകൊടുക്കുമ്പോൾ ഇതിൽ മറ്റൊരു യഹിയ സിൻവാർ ഉണ്ടാവുമോ എന്നുള്ളത് ഏതൊരു ബോധമുള്ള ആൾക്കും ചിന്തിച്ചാൽ മാത്രം മതി. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഈ ഒരു വെടിനിർത്തലിലേക്ക് തന്നെ എത്താനുള്ള, അല്ലെങ്കിൽ ആ വെടിനിർത്തലിലേക്ക് തന്നെ എത്തുമെന്ന് മാധ്യമങ്ങളിലൂടെ സൂചനകൾ പുറത്തു വരുമ്പോൾ കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരമാവധി സകല ബന്ദികളെയും ഇസ്രായേലിലേക്ക് എത്തിക്കുക, അതിനുശേഷം ഹമാസിനെ വേട്ടയാടലുകൾ തുടരുമെന്ന് തന്നെയാണ് മറ്റൊരു തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലില് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായാലും ഇസ്രായേലി പൗരന്മാരെ തിരിച്ചെത്തിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. ഇസ്രായേലിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ കരാറ് വലിയ രീതിയിൽ ഹമാസും ദോഹയും അതേപോലെ തന്നെ ഖത്തർ, അമേരിക്ക, ഈജിപ്ത് മധ്യസ്ഥ ചർച്ചയിലാണല്ലോ ഇതൊക്കെ ഒരു പൂർണ്ണ രീതിയിലേക്ക് എത്തിയത്. ഈ വെടിനിർത്തലിലേക്ക് എത്തുമ്പോഴും ഹമാസിന്റെ പ്രധാനപ്പെട്ട മേധാവിയായിട്ടുള്ള, നിലവിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഖലീൽ അൽ ഹയ്യ ഖത്തറിൽ നിന്ന് വലിയൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 18 മിനിറ്റോളം ആ ഒരു പ്രസംഗമുണ്ട്. ആ ഒരു പ്രസംഗമൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും ചർച്ച ചെയ്യില്ല. അതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതൊക്കെ തന്നെ സകലരും തിരിച്ചറിയുക. ഈ ഖലീൽ ഹയ്യ ഈ ഒരു പ്രസംഗത്തിൽ വലിയ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുള്ള ക്രൂരതകളൊക്കെ തന്നെ അതായത്
ഈ പലസ്തീനിലെ ഭാവി തലമുറക്ക് അഭിമാനത്തോടു കൂടി പറഞ്ഞു കൊടുക്കും. മാത്രമല്ല ഒക്ടോബർ 7 ഇനിയും ആവർത്തിക്കുമെന്നും ഈ ഖലീൽ അൽ-ഹയ്യ വലിയ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഇതൊന്നും എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചകൾ നടത്താത്തത്? വലിയ രീതിയിൽ ഇവിടെ മനുഷ്യത്വം പറയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അവർക്ക് എന്തുകൊണ്ടാണ് ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാവായിട്ടുള്ള ഖലീൽ അൽ-ഹയ്യ ഖത്തറിൽ നിന്ന് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് എതിരെ ഒരക്ഷരം പോലും മിണ്ടാത്തത്? ഇവരൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറഞ്ഞു നടക്കുന്ന, യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറഞ്ഞ് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ആയിരുന്നെങ്കിൽ ഹമാസിനെ മനുഷ്യത്വം പറയുന്ന ഒരാൾക്ക് പോലും പിന്തുണയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മനുഷ്യത്വം പറയുന്ന, ഗാസയ്ക്ക് വേണ്ടി മനുഷ്യത്വം പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഖലീൽ അൽ-ഹയ്യ എന്ന ഹമാസിന്റെ നേതാവ് ഖത്തറിൽ നിന്ന് വെടിനിർത്തൽ കരാറ് ശേഷവും ഈ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ എതിർത്ത് ഒരക്ഷരം പോലും മിണ്ടാത്തത്? നിങ്ങളൊക്കെ തന്നെ ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കൂ. ഇസ്രായേലില് ഇപ്പൊ നിലവിൽ ഈ കരാറിനെതിരെ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കരാറ് പൂർണ്ണമായിട്ട് ഈ ഒരു സമയം വരെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുമില്ല. ഇത് മിക്കവാറും ഇതൊരു അംഗീകാരത്തിലേക്ക് തന്നെ എത്തുമെന്നുള്ളതും മാധ്യമങ്ങളിലൂടെ, ഇസ്രായേലി ദേശീയ മാധ്യമങ്ങളിലൂടെ കാണുന്നുമുണ്ട്. ഇസ്രായേൽ വലിയ രീതിയിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്. ഈ ഒരു വെടിനിർത്തലോട് കൂടിയിട്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാം അവസാനിച്ചു എന്ന് അവർ ഒരിക്കലും കരുതുന്നില്ല. ഹമാസിന്റെ ഓരോ അവസാനത്തെ ആളെയും തീർക്കാനുള്ള വലിയ പദ്ധതികൾ ഇസ്രായേല് മുന്നോട്ട് വെക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്ത എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത് ഈ ഒരു വെടിനിർത്തല് ഹമാസിനെ സംബന്ധിച്ച് ഇവിടെ ഒരുപാട് ആളുകൾ വലിയ വിജയമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് മൊണ്ണകൾക്കല്ലാതെ ഹമാസ് ഈ വെടിനിർത്തലിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പോലുമില്ല. ഇപ്പൊ പൊന്തി വന്നിട്ടുള്ള ഖലീൽ അൽ-ഹയ്യ പോലും ഒളിവിലായിരുന്നു. ഈ ഖലീൽ അൽ-ഹയ്യ എന്തെങ്കിലും ഗാസയിൽ നിന്ന് പ്രഖ്യാപിച്ചതായിട്ട് ഈ ഒരു വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിൽ ഇന്നലകളിൽ വാർത്ത വന്നിട്ടുണ്ടോ എന്നത് ആര് പരിശോധിച്ചാലും കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഹമാസ് എന്ന ഭീകര സംഘടന ഈ വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ വലിയ പരാജയം, അങ്ങേയറ്റത്തെ പൂർണ്ണ പരാജയത്തിലേക്ക് ഹമാസ് എത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യ. എന്നാൽ ഇതിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ബോധം എന്നൊന്നില്ലല്ലോ. ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ ആരും പിന്തുണയ്ക്കില്ലല്ലോ. അപ്പൊ ഹമാസ് എന്നത് പൂർണ്ണ തകർച്ചയിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്, അതിലൊരു തർക്കവുമില്ല. എന്നാൽ ഇസ്രായേലിൽ ഇപ്പോൾ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട്. എന്ത് തന്നെയായാലും നമുക്ക് നമ്മുടെ ബന്ദികളെ, അതായത് മനുഷ്യത്വം യഥാർത്ഥത്തിൽ പറയുന്ന എല്ലാ ആളുകൾക്കും ഇസ്രായേലിലെ പൗരന്മാരുടെ ആ ബന്ദിമോചനം വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്.